നമസ്കാരം. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ലേഡീസ് അവറുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ശരിക്കും നമ്മുടെ കാലം കടക്കും തോറും നമുക്ക് പണ്ട് ശരിയാണ് എന്ന് തോന്നിയ കാര്യങ്ങൾ ചിലപ്പോൾ അത് ശരിയല്ലാതായി വരും. ഒരു നാട്ടു നടപ്പ്, അതിനെയാണ് സോഷ്യൽ റിഫോംസ് ഓരോ പ്രാവശ്യവും. അതെ, സതി അടക്കം ഒരു കാലത്ത് ശരിയെന്ന് കരുതിയിരുന്ന സതിയാണ് പിന്നീട് തെറ്റാണെന്നും അത് പൂർണ്ണമായി ഉന്മൂലനം ചെയ്തത്. അതെ 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 അതുപോലെ തന്നെ കുറച്ച് മാറേണ്ട കുറെ ആചാരങ്ങളാണ്, കുറച്ചധികം മാറേണ്ട പല ആചാരങ്ങളും. സ്ത്രീധനവും മുത്തലാഖും. ഇപ്പൊ മുത്തലാഖ് ഈ ഇടയ്ക്കായിട്ട് ഭയങ്കര ഹോട്ട് ടോപ്പിക് ആയിട്ട് നിലനിൽക്കുകയാണ്. അതെ 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 ശരിക്കും ശരീഅത്ത് ലോസിന്റെ ആവശ്യമുണ്ടോ, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് സെപ്പറേറ്റ് ആയിട്ട് ലോസ് ഉണ്ടോ എന്നുള്ള പരക്കെയുള്ള ബ്രോഡായിട്ടുള്ള ടോപ്പിക്സിന്റെയും ഡിസ്കഷൻസിന്റെ ഇടയിൽ ശരിക്കും ഇത്രയും അധികം റെലവൻസ് ഉള്ള ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു ഇത് മുങ്ങിപ്പോവുകയാണ് ശരിക്കും. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇതിനെക്കുറിച്ച് ഒന്നുകൂടെ പറയട്ടെ. മുത്തലാഖ് എന്ന് പറയുമ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് ഇങ്ങനെ ഒരു വിഷയത്തെ സ്പർശിച്ചു പോകുമ്പോൾ മുത്തലാഖ് എന്താണ് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാകാം. മുത്തലാഖ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നിക്കാഹ് ഹലാല എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു ദുരാചാരം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും, ദുരാചാരം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഏതെങ്കിലും ഒരു മാർഗത്തിൽ ഒരു SMS വഴിയോ അല്ലെങ്കിൽ ഒരു ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ഒരു മൊബൈൽ കോൾ വഴിയോ ഇത്തരത്തിലൊക്കെ തന്റെ ഭാര്യയെ 3 തവണ തലാക്ക് ചൊല്ലി ബന്ധം വേർപ്പെടുത്തുന്ന ഒരു രീതിയാണ് മുത്തലാഖ് എന്ന് പറയുന്നത്. അങ്ങനെ ബന്ധം വേർപ്പെട്ട ഭാര്യയ്ക്ക് പിന്നീട് ഈ ഭർത്താവിന്റെ ഒരു രീതിയിൽ ഭർത്താവ് ചെലവിന് ഭർത്താവുമായി യാതൊരു ബന്ധവുമില്ല, അദ്ദേഹത്തിന്റെ വസ്തുവകകളിലോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഒരു അവകാശവാദം ഉന്നയിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഈ സ്ത്രീക്കില്ല. ഇത്തരത്തിൽ ഒരു സ്ത്രീയെ പൂർണ്ണമായും നിരാലംബ അല്ലെങ്കിൽ അബലേ ശബല എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു ദുരാചാരം തന്നെയാണ് മുത്തലാഖ് എന്ന് പറയുന്നത്. പക്ഷേ വീണ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം കൺട്രീസിൽ പോലും പല മുസ്ലിം കൺട്രീസിലും ഇത്തരം ഒരു ആചാരമില്ല. ഇന്ത്യയിൽ മാത്രമാണ് ഇത്തരം ഒരു ആചാരം ഉണ്ടാകുന്നത്. അപ്പോൾ ശരിക്കും സൗദി അറേബ്യ പോലത്തെ വളരെയധികം സ്റ്റോഞ്ച് മുസ്ലിം ആയിട്ടുള്ള ഒരു രാജ്യത്തിൽ പോലും ഈ മുത്തലാഖ് എന്നുള്ള റൂൾ ഇല്ല. അവിടെ പോലും ഒരു സെക്കൻഡ് സിറ്റിസൺ എന്നുള്ള നിലയിലല്ല സ്ത്രീകളുടെ റൈറ്റ്സ്. സ്ത്രീകൾക്ക് കാര്യം അവിടേക്ക് ഇപ്പൊ സൗദി അറേബ്യയിലൊക്കെ ആണെങ്കിൽ പോലും കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള ദുരാചാരങ്ങളിൽ സ്ത്രീയെ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു പടുകുഴിയിലേക്ക് തള്ളിയിടുന്ന ഒരു ആചാരം ഒരിക്കലും ഇത്തരം രാജ്യങ്ങളിലൊന്നും ഇല്ല. അതെ 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 അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ മുത്തലാഖിന് ഫേവറേറ്റ് സംസാരിക്കുന്ന ആൾക്കാർ എന്തൊക്കെയാണ് അവരുടെ ഗ്രൗണ്ട് എന്നുള്ളത് ശരിക്കും ഒരു രീതിയിലും ഇന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മുത്തലാഖ് എന്ന് പറയുന്നത് തീർത്തും ഒരു മുസ്ലിം വ്യക്തി നിയമമാണ് ഇതെന്നാണ് ഇതിനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. എന്നാൽ ഇതിന്റെ ഒരു വസ്തുത നമ്മൾ പുറകോട്ട് ചികഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. 1937 ആണ് ഈ മുസ്ലിം വ്യക്തി നിയമങ്ങൾ നിലവിൽ വരുന്നത്. ആദ്യ പ്രാവശ്യം ഡോക്ടർ അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഉണ്ടാക്കിയിരുന്ന ഒരു നിയമമായിരുന്നു ഇത്. പക്ഷേ അതിനുശേഷം അതിനൊരു റിവിഷൻ ഉണ്ടായിട്ടില്ല. ഓരോ നിയമങ്ങളും കാലാനുസൃതമായി ഇപ്പോൾ നമ്മളൊരു സാലറിയുടെ കാര്യം എടുത്താൽ പോലും ഓരോ വർഷവും അല്ലെങ്കിൽ കടന്നു പോകുന്ന വർഷങ്ങളിൽ കാലാനുസൃതമായി അതിനൊരു റിവിഷൻ ഉണ്ടാകണം. കാരണം ഓരോന്നിനും വില കൂടി വരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ ജീവിത രീതികളിൽ മാറ്റം വരുമ്പോൾ, നമ്മുടെ ജീവിത ശൈലികളിൽ മാറ്റം വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം മാറ്റങ്ങൾ ആവശ്യമാണ്. ഡിവോഴ്സ് ലോസിൽ സ്വന്തമായി നിൽക്കാൻ കഴിയുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീയുടെ കോമ്പൻസേഷന്റെ ക്ലോസസിന് പോലും ഇപ്പോൾ വ്യത്യാസം വന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മുത്തലാഖ് എന്നുള്ളത്. അപ്പൊ എന്നാൽ ഈ മുസ്ലിം വ്യക്തി നിയമങ്ങളിൽ 1937 ശേഷം പിന്നീട് ഒരു മാറ്റവും വരാതെ അത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മുത്തലാഖ് എന്ന് പറയുന്ന ഇതിനകത്തെ ഒരു ലൂപ്പ് ഹോളിലൂടെ ഇത്തരത്തിലുള്ള വിവാഹ ബന്ധങ്ങൾ വേർപെടുത്തുന്ന ഒരു രീതി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ശക്തമായി നിലനിൽക്കുന്നത്. അതെ, അപ്പോൾ ശരിക്കും 1985 ഭോപ്പാലിൽ നിന്നുമല്ലേ ഒരു ഷബാനു ബീഗത്തിന്റെ കേസ്. അപ്പോൾ അത്തരത്തിൽ 40 വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം
തന്നെ മുത്തലാഖ് പറഞ്ഞ് ഒഴിവാക്കുകയും പിന്നീട് തനിക്ക് തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും ഒരു രീതിയിലുള്ള ഒരു ചെലവും വഹിക്കുന്നില്ല എന്ന് വന്ന ഒരു സമയത്ത് ഈ ഷബാന ബീഗമാണ് കീഴ്ക്കോടതിയിലെല്ലാം ഷബാന ബീഗത്തിന് എതിരായിട്ടുള്ള വിധികൾ വന്നപ്പോൾ ഏറ്റവും അവസാന വാക്കെന്നുള്ള രീതിയിൽ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിൽ എത്തുകയും സുപ്രീം കോടതി ഇവർക്ക് അനുകൂലമായ വിധി വിധിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് അന്നാണ് 1985 സുപ്രീം കോടതി ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു നിയമം, ഒരു മുസ്ലിം വ്യക്തി നിയമം ഭരണഘടനാ വിരുദ്ധമാണ് അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധമാണ് എന്ന് വിധി എഴുതുന്നത്. അന്നാണ് ഇത്തരത്തിലുള്ള ഒരു വിഷയം പിന്നീട് വീണ്ടും സമൂഹത്തിനിടയിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയമാകുകയും ഇതിനെതിരെ പ്രതികരിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത ഉയർന്നു വരികയൊക്കെ ചെയ്തത്. എന്നിട്ടും ഇന്ന് അത് 85 ഇന്നും നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കുന്നു. അപ്പോൾ ശരിക്കും 32 വർഷങ്ങൾക്ക് ശേഷം അതെ എന്തോരം അതിൽ ഒരു മൂവ്മെന്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മളെ അലട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മളൊരു സ്ത്രീപക്ഷ പ്രോഗ്രാമാണ്. അപ്പോൾ സ്ത്രീകളുടെ ഒരു ഉന്നമനവും സ്ത്രീകളുടെ മെച്ചപ്പെടലും ശാക്തീകരണവും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനായി ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ മുത്തലാഖ് എന്ന് പറയുന്ന ഒരു നിയമം അല്ലെങ്കിൽ ഒരു ആചാരം, അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം നമുക്ക്. ആദ്യത്തെ സെഗ്മെന്റ് കണ്ടിട്ട് മടങ്ങി വരാം. ആദ്യ സെഗ്മെന്റ്. ഹായ്, എൻ്റെ പേര് ചാന്ദ്നി. ഞാൻ ഷേപ്പ് ഫിറ്റ്നസ് ജിം എന്ന് പറഞ്ഞ ഒരു ജിം കലൂരിൽ നടത്തുകയാണ്. ഈ ജിം ഓൾമോസ്റ്റ് 3200 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. വി ഹാവ് ബോത്ത് ലേഡീസ് ആൻഡ് ജെൻറ്റ്സ് വർക്കൗട്ട് ചെയ്യാൻ വരുന്നുണ്ട്. ആൻഡ് ടൈമിങ്സ് ആർ ലൈക്ക് ഫ്രം 5:30 to 9 o'clock ആൻഡ് പിന്നെ ഈവനിങ് 4:30 to 10 o'clock. ഈ ലേറ്റായിട്ട് വെച്ചിരിക്കുന്നതിൻ്റെ റീസൺ ഇസ് വർക്കിംഗ് പീപ്പിളിനെ കൂടുതൽ എൻകറേജ് ചെയ്യാനായിട്ട്. ബിക്കോസ് ആസ് ദേ വർക്ക് കഴിഞ്ഞ് ഇറങ്ങുമ്പം മേ ബി ലേറ്റ് ആവും. അപ്പോൾ അവർക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് till 10 o'clock we are open. അപ്പോൾ they can just come down and work out. ഞാൻ ഈ ജിമ്മ് തുടങ്ങാനുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ, ഞാൻ പേഴ്സണലി ലാസ്റ്റ് എനിക്ക് 20 years ആയപ്പോൾ തൊട്ട് ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. എനിക്കിതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഐ യൂസ് ടു വർക്കൗട്ട്. അപ്പം എൻ്റെ ബോഡി ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ, നമ്മളെ സ്നേഹിച്ചാലേ നമുക്ക് മറ്റൊരു വ്യക്തിനെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എനിക്ക് എൻ്റെ പേഴ്സണൽ ഫിറ്റ്നസ്സും എൻ്റെ ഹെൽത്ത് ഇഷ്യൂസൊന്നും വരാതിരിക്കാൻ, ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ചുറ്റിനും കാണുന്നത് അസുഖങ്ങളും അവർ ഈറ്റിംഗ് ഹാബിറ്റ്സ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളും അതൊക്കെ കൊണ്ട് കഷ്ടപ്പെടുന്നതാണ് കാണുന്നത്. അപ്പം നമ്മൾ ഹെൽത്തി ആയിട്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാത്തിൽ നിന്നും നമുക്കൊരു ഇത് കിട്ടും. ആൻഡ് ആസ് യു ഗ്രോ ഓൾഡർ നമുക്ക് നമ്മുടെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി, നമുക്കുണ്ടാകുന്ന ഇഷ്യൂസ് അതൊക്കെ കുറഞ്ഞിരിക്കും. അപ്പം അത് ഐ തോട്ട് ഇത് നമുക്ക് ആൾക്കാരിലേക്ക് സ്പ്രെഡ് ചെയ്യാം, ഞാൻ മാത്രത്തിൽ നിൽക്കാതെ ആൾക്കാരിലേക്ക് കൊണ്ടുവരാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഓപ്പൺ ചെയ്യാനായിട്ട് തുടങ്ങാൻ ചിന്തിച്ചത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇതിന് എനിക്ക് എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഫാമിലിയാണ് സപ്പോർട്ട് ചെയ്തത്. ആൻഡ് മൈ ഹസ്ബൻഡ് ടോൾഡ് മീ ഇറ്റ്സ് യുവർ പാഷൻ, സോ ഗോ ഫോർ ഇറ്റ്. ആൻഡ് ദാറ്റ് ഈസ് ഹൗ ഐ സ്റ്റാർട്ടഡ് വിത്ത് ഇറ്റ്. ഇപ്പം ഫസ്റ്റ് ഒരു ലേഡി നമ്മുടെ ജിമ്മിൽ വരുന്നു. ലേഡി വരുമ്പോഴത്തേക്കും ഞങ്ങൾ അവരുടെ ബോഡി ഫ്രെയിം, എന്ത് ഫ്രെയിമാണ് അവരെന്ന് നോക്കും. എ ഫ്രെയിം ആണോ, ബി ഫ്രെയിം ആണോ, റൂളർ ബോഡി ആണോ, ഓ ഹവർ ഗ്ലാസ് ആണോ, ഓ ഇസ് ഇറ്റ് ഓവൽ ഷേപ്പ്. ആൻഡ് അക്കോർഡിംഗ്ലി വി പ്ലാൻ ദിസ് തിങ് ലൈക്ക്. സോ ഇപ്പം എ ഫ്രെയിം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് അപ്പർ ബോഡി വണ്ണം കൂടുതലായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസസും ഞങ്ങൾ അങ്ങനെയാണ് ചാർട്ട് ചെയ്ത് പോകുന്നത്. അപ്പം ഫസ്റ്റ് ഇവർ വന്നു, അവരുടെ BMI എടുത്തു, അവരുടെ ഫാറ്റൊക്കെ എഴുതി, അവരുടെ ഡീറ്റെയിൽസ് എടുത്തു. എന്നിട്ട് വിൽ ഗീവ് ദം എ ഫുഡ് പ്ലാനിങ് ഓൾസോ, ഫുഡ് ഡയറ്റ് ചാർട്ട് കൊടുക്കും. what they have to follow. It is ഞങ്ങൾ കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്ന നാച്ചുറൽ ഫുഡാണ്. ഞങ്ങൾ അവർക്ക് ഒരു ഫാറ്റ് ബേണേഴ്സ് കൊടുക്കുന്നില്ല, ഒരു അങ്ങനത്തെ ഒന്നും സപ്ലിമെൻറ്റ്സ് കൊടുക്കാതെയാണ് വി ആർ ട്രൈങ് ടു റെഡ്യൂസ് ദെയർ വെയിറ്റ്. അപ്പം ഞങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ഇപ്പം ഒരു ദിവസത്തെ മീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഇപ്പം ഒരു ലൈം ജ്യൂസും വെള്ളവും കൂടെ കുടിച്ചു, ആഡിങ് നോ ഷുഗർ നോ സോൾട്ട് ടു ഇറ്റ്, ആൻഡ് ദാറ്റ് ഈസ് ഹൗ യു സ്റ്റാർട്ട് യുവർ ഡേ. പിന്നെ അത് കഴിഞ്ഞിട്ട് കറക്റ്റ് ഇൻ്റർവെൽസിന് കറക്റ്റായിട്ട് ഫുഡ് ഇൻടേക്ക് എടുക്കുക. ഒരു ഫ്രൂട്ട് കഴിക്കേണ്ടത് കഴിക്കുക, വെജിറ്റബിൾസ്, ഗ്രീൻ വെജിറ്റബിൾസ്, ഫിഷ്, ചിക്കൻ,
അതിൻ്റെയൊക്കെ ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. ഇപ്പം റൈസ് ആണെങ്കിലും റൈസ് കഴിക്കരുതെന്നൊന്നും വി ഡോണ്ട് ടെൽ ദം. കഴിക്കണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഓട്സ് മാത്രം കഴിക്കണം എന്നോ ഞങ്ങൾ എൻകറേജ് ചെയ്യാറില്ല. ഷീ ക്യാൻ ഹാവ് വാട്ട് എവർ ഷീ വാണ്ട്സ്, ബട്ട് ടു എ ലിമിറ്റഡ് ക്വാണ്ടിറ്റി. ഞങ്ങളിവിടെ ലേഡീസിന് വി ഹാവ് എ സെപ്പറേറ്റ് റൂം ഫോർ ലേഡീസ് വേർ വി ട്രെയിൻ ദം. എറോബിക്സ് ഉണ്ട്. അപ്പം അവർക്ക് ഒറ്റയ്ക്ക് ആണുങ്ങൾ രണ്ട് കൂടിയ ജിം ആയതുകൊണ്ട് ദാറ്റ് ഇസ് മെന്നും ഉണ്ട് വിമൻ ആർ ദേ ബോത്ത് ആർ ദേ ടുഗെദർ. അപ്പം വി ഗീവ് ദം ദെയർ സെക്യൂരിറ്റി. വി ഹാവ് കെപ്റ്റ് CCTV ക്യാമറ ഓൾ അറൗണ്ട്. സോ അവർക്ക് ഒന്നും കൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ ആണെങ്കിൽ എറോബിക്സ് ഉണ്ട്. എറോബിക്സ് എന്ന് വെച്ചാൽ വി ഹാവ് സർട്ടൺ ടൈമിങ്സ് ഫോർ എറോബിക്സ്. രാവിലെ 6:30 ഒരു ബാച്ച് ഉണ്ട്, പിന്നെ 8:30 ഒരു ബാച്ച് ഉണ്ട്, പിന്നെ ഈവനിങ് വി ഹാവ് 2 batches. സോ അങ്ങനെയാണ് ഞങ്ങളുടെ ഇത് പോകുന്നത്. അപ്പോൾ ഈവനിങ് വർക്കൗട്ട് ചെയ്യുന്ന ഒത്തിരി ലേഡീസ് ഉണ്ട്. ആഫ്റ്റർ 7 o'clock വന്ന് വർക്കൗട്ട് ചെയ്യുന്ന കുറേ ലേഡീസ് ഉണ്ട്. അപ്പം അവർക്കൊക്കെ സേഫായിട്ടും സെക്യൂർഡായിട്ടും ഞങ്ങളുടെ ട്രെയിനേഴ്സ് ആണെങ്കിലും വളരെ ഫ്രണ്ട്ലി ആണ് എല്ലാവരുടെ അടുത്തും. ട്രെയിനേഴ്സ് എല്ലാവർക്കും പേഴ്സണൽ അവരുടെ ഇതെടുത്ത് അവർക്ക് എങ്ങനെ എത്ര കുറഞ്ഞു എല്ലാം നോക്കി അതെല്ലാം മാർക്ക് ചെയ്ത് എവറി 14 days ഞങ്ങളുടെ ചാർട്ടിൽ മെൻഷൻ ചെയ്ത ചാർട്ടിൽ അവർക്ക് എത്ര ഫാറ്റ് ലോസ് വന്നു എവറി 14 days ഞങ്ങൾ ചെക്ക് ചെയ്യും. വെയിറ്റ് ആണെങ്കിലും വെയിറ്റ് എല്ലാ 2 days കൂടുമ്പോഴും അത് ആർ സപ്പോസ് ടു ചെക്ക് ദ വെയിറ്റ് ആൻഡ് വി ചെക്ക് ദാറ്റ് ആൻഡ് അത് നോട്ട് ഡൗൺ ചെയ്യും എത്ര വെയിറ്റ് കുറഞ്ഞു. അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് ഹു ഹാസ് റെഡ്യൂസ്ഡ്. ഓവർ എക്സേർട്ട് ചെയ്യാതെ ഞങ്ങൾ പ്രോപ്പർ ഇതിൽ കൂടെ ഗൈഡൻസിൽ കൂടെ അവരുടെ വെയിറ്റ് കുറച്ച് അവരെ പ്രോപ്പർ ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കൂടാതെ എനിക്കിപ്പം ജിമ്മ് മാത്രമല്ല, ഐ മീൻ ടു ഞങ്ങൾക്ക് ചെറിയ റിസോർട്ട്സ് ഉണ്ട് മൂന്നാറിൽ. അപ്പം അങ്ങനെ ഐ വോണ്ട് ടു സ്പ്രെഡ് മൈസെൽഫ്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് നമ്മളൊരു പെണ്ണാണ്, എൻ്റെ ഹസ്ബൻഡ് മെർച്ചൻ്റ് നേവിയിലാണ്, അപ്പോൾ ഹീ ഈസ് ഓൾവേസ് സെയിലിംഗ്, അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഒരു പെണ്ണിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് തെറ്റായ ചിന്താഗതിയാണ്. നമുക്ക് നല്ല ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളിലും നമുക്ക് അവരുടെ മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ഈസിയാണ്. എല്ലാ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ഭയങ്കര ഈസിയാണ്. ഹായ്, ഐ എം ജെസ്സി സെബി മാത്യു. ഞാൻ പൂനെയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഫ്രണ്ടാണ് ചാന്ദിനി. സോ എൻ്റെ ഹസ്ബൻഡ് മെർച്ചൻ്റ് നേവിയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ചാന്ദിനിയുടെ ഹസ്ബൻഡ് അവർ ഫ്രണ്ട്സാണ്. സോ വി കെയിം ടു നോ ദാറ്റ് ചാന്ദിനിയുടെ ഹസ്ബൻഡ് വെയിറ്റ് ലൂസ് ചെയ്തു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് 100ൻ്റെ മുകളിലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഇയർ ഇവിടെ വന്നിട്ട് ഞങ്ങളൊരു 16 kg കുറച്ചു. ലാസ്റ്റ് 18 yearsനുള്ളിൽ സെബി 100ന് താഴെ വന്നു. ഹായ്, ഐ എം കാർത്തിക നായർ. ഞാനിവിടെ പാലാരോട് താമസിക്കുന്നു. ഈ ജിമ്മിൽ ഏകദേശം ഒരു 6 മാസത്തോളം ഞാൻ തുടങ്ങിയിട്ട്. ഇത് വരാനുള്ള മെയിൻ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് ചാന്ദിനിയാണ്. ആളെ ഞാൻ കുറേ കാലമായിട്ട് കാണുന്നു. അപ്പോൾ ആളുടെ ബോഡി ഭയങ്കര ഫിറ്റാണ്, ഭയങ്കര ഷേപ്പാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അധികം വെയിറ്റ് അധികം ഇല്ലെങ്കിലും അധികം ഷേപ്പ് ഇല്ലാത്തായിരുന്നു ഞാൻ. അപ്പോൾ ആ ഒരു ഇൻസ്പിറേഷൻ്റെ പുറത്താണ് ഞാനിവിടെ വന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര കാലത്തിനിടയ്ക്ക് 6 months ബാക്കാണ് ഞാനൊരു ജിമ്മിലേക്ക് എൻ്റർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എനിക്ക് പൊതുവെ പുറമേ നോക്കി കാണിക്കുമ്പോൾ കുറേ ആളുകൾ ട്രെഡ്മില്ലിൽ ഓടുന്നു, കുറേ ആളുകൾ സൈക്കിൾ ചെയ്യുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വേറെ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്നതാണ്, ഇതിനെക്കുറിച്ച് വലിയ അഭിപ്രായം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ ഇവിടെ വന്ന് തുടങ്ങിയപ്പോഴാണ് ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അല്ല, സാധാരണ ജിമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ അല്ല, വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. വളരെ ഡെഡിക്കേറ്റഡ് ആണ് ഇവിടുത്തെ ട്രെയിനേഴ്സും. അതുപോലെ തന്നെ ചാന്ദിനി ആണെങ്കിൽ വളരെ നല്ല രീതിയിലാണ് നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നത്. വളരെ കംഫർട്ടാണ് നമ്മളിവിടെ. ലേഡീസിന് പ്രത്യേകിച്ച് ഇത് മിക്സഡ് ജിമ്മാണ്, പക്ഷേ ഇത് രണ്ടും 2 സെക്ഷനായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലേഡീസിന് യാതൊരു വിധത്തിലുള്ള ഡിസ്കംഫർട്ടും ഉണ്ടാവില്ല.